മോഡ്യൂൾസ്, പാക്കേജസ്, പിന്നെ ലൈബ്രറി, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ പൈത്തൺ കോഡ് എഴുതിയിട്ടുള്ള ഒരു ഫയൽ, .py എക്സ്റ്റൻഷനിലുള്ള ഒരു ഫയൽ. നമ്മളിപ്പോൾ ഈ നോട്ട്ബുക്കിൽ ഞാൻ കുറേ കോഡ് എഴുതുകയാണെങ്കിൽ അത് ഞാൻ സേവ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് .ipynb എക്സ്റ്റൻഷനിലാണ് വരിക, അല്ലേ? ഞാനിപ്പോൾ ഈ നോട്ട്ബുക്കിൻ്റെ പേര് ബോറിംഗ് എന്നാണ് കൊടുത്തത്. അത് ഞാൻ എൻ്റെ ഡയറക്ടറിയിൽ നോക്കുകയാണെങ്കിൽ കണ്ടോ, ipynb ഫോർമാറ്റിലാണ്, എക്സ്റ്റൻഷൻ ആണ് അതിലുള്ളത്. അതിന് പകരം ഞാൻ .py ആണ് യൂസ് ചെയ്തതെങ്കിൽ അതിന് നമുക്കൊരു മോഡ്യൂളായിട്ട് പറയാൻ പറ്റും. നമ്മൾ പൈത്തൺ ഫയൽസൊക്കെ സാധാരണ രീതിയിൽ .py എന്നുള്ള എക്സ്റ്റൻഷനിലാണ് നമ്മൾ സേവ് ചെയ്യുക. നമ്മളിപ്പോൾ VS കോഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് .py എക്സ്റ്റൻഷനിലായിരിക്കും മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഫയൽ, ആ ഫയലിൽ ഫംഗ്ഷനോ ക്ലാസ്സോ അല്ലെങ്കിൽ വേരിയബിളോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെയും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളതൊരു ഫയലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഞാൻ വലിയൊരു കുറേ ലെങ്തി ആയിട്ടുള്ളൊരു കോഡൊക്കെ എനിക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ അത് മൊത്തമായിട്ട് വാരി വലിച്ച് ഒരു ഫയലിൽ എഴുതുന്നതിന് പകരമായിട്ട് എനിക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ ഫയലുകളിലായിട്ട്, ചെറിയ ചെറിയ മോഡ്യൂൾസ് ആയിട്ട്, ഓരോരോ ഫയലുകളായിട്ട് സേവ് ചെയ്യാൻ പറ്റും, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്താലോ? നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ മോഡ്യൂളിൽ എന്തെങ്കിലും ഒരു പൈത്തൺ കോഡ് വേണമെന്ന്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്, ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ ഇൻപുട്ടായിട്ട് നെയിം കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ പറയുകയാണ് റിട്ടേൺ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹലോ കഴിഞ്ഞിട്ട് നെയിം ഇവിടെ വരുന്നു. എന്നിട്ട് വേണമെങ്കിൽ ഒരു എക്സ്ക്ലമേഷൻ മാർക്കും വന്നോട്ടെ, അല്ലേ? ഓക്കെ, ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്തു. ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് നോക്കാം, ഗ്രീറ്റ് കേഷ്. ഓക്കെ, നമ്മുടെ ഫംഗ്ഷൻ വർക്ക് ആവുന്നുണ്ട്. ഞാനിവിടെ കോൾ ചെയ്ത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതിപ്പോൾ ഒരു ഫയലുണ്ട് എൻ്റെ കയ്യിൽ. ആ ഫയലിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇതിനെ ഞാൻ ഒരു മോഡ്യൂളായിട്ട് സേവ് ചെയ്യണം. അതായത് ജസ്റ്റ് ഒരു പൈത്തൺ ഫയലായിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ ഫയലിൽ പോയിട്ട് ഡൗൺലോഡ് ആസ് എ .py എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനൊരു പൈത്തൺ ഫയലായിട്ട് അത് ഡൗൺലോഡ് ചെയ്യാണ്. ഡൗൺലോഡ് ചെയ്ത ഫയലിനെ ഞാൻ എൻ്റെ സെയിം ഡയറക്ടറിയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ .py ഫയൽ കാണാൻ പറ്റും. നേരത്തെ യൂസ് ചെയ്ത ipynb ഫയൽ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇതൊന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ ഉണ്ട്. ഇതിനെ നമുക്കൊരു മോഡ്യൂൾ എന്ന് പറയാൻ പറ്റും. അതായത് നമ്മുടെ എന്തെങ്കിലും പൈത്തൺ കോഡ് എഴുതിയിട്ടുള്ള ഒരു ഫയൽ. ഇനി ഞാൻ നമ്മുടെ ഈ നോട്ട്ബുക്ക് ഫയലിൽ നിന്ന് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത ഭാഗമായിട്ട് ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ കേർണലിൽ പോയിട്ട് റീസ്റ്റാർട്ട് ചെയ്യണം. റീസ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇല്ലാണ്ടാവും. റീസ്റ്റാർട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ റീസ്റ്റാർട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ വന്നിട്ട് വീണ്ടും ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ട് AS എന്നോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെയിം ഗ്രീറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ ഒരു ഫംഗ്ഷൻ ഇപ്പോൾ ഈ ഒരു കേർണൽ റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാതെ കോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഓൾറെഡി ആ ഫംഗ്ഷനുള്ള ഒരു മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് നമ്മൾ boring.py ആണ്. അങ്ങനെ ഒരു മോഡ്യൂൾ ഉണ്ടെങ്കിൽ ആ മോഡ്യൂൾ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാമെന്ന് ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ മോഡ്യൂളിനെ നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ വർക്കിംഗ് ആയിട്ടുള്ള ഫയലിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എഴുതാണ് ഇമ്പോർട്ട് ബോറിംഗ്. എന്നിട്ട് ആ ബോറിംഗ് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്രം ബോറിംഗ് എനിക്ക് ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ഗ്രീറ്റ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബോറിംഗ് എന്ന് പറഞ്ഞ മോഡ്യൂളിൽ നിന്ന് നമ്മുടെ ഗ്രീറ്റ് എന്നുള്ള ഫംഗ്ഷനെ നമ്മുടെ ഇപ്പോഴത്തെ വർക്കിംഗ് ഫയലിലോട്ട് ഇമ്പോർട്ട് ചെയ്യപ്പെടും. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രീറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കണ്ടോ, നമ്മുടെ ഫംഗ്ഷൻ വർക്ക് ആവുന്നുണ്ട്. ഇവിടെ കേർണൽ റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ബോറിംഗ് എന്ന് പറഞ്ഞ മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തു. ആ മോഡ്യൂളിൽ നിന്ന് ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ഗ്രീറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഡയറക്റ്റായിട്ട് ഇമ്പോർട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ആ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇമ്പോർട്ട് ബോറിംഗ് എന്ന് പറയാം. നമ്മുടെ മോഡ്യൂൾ ആദ്യം ഇമ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ പറയാണ് boring.greet. ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ആ ഫംഗ്ഷൻ ആക്സസ് ചെയ്യാൻ പറ്റും. അക്ഷയ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ പൈത്തൺ കോഡ് എഴുതി വെച്ചിട്ടുള്ള ഒരു ഫയലാണ്. അതിൻ്റെ എക്സ്റ്റൻഷൻ .py ആയിട്ടാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ് പാക്കേജ് എന്ന് നമുക്ക് നോക്കാം. പാക്കേജ് എന്ന് പറയുന്നത് എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് മോഡ്യൂൾസ്. അതായത് റിലേറ്റഡ് ആയിട്ടുള്ള
കുറച്ച് മോഡ്യൂൾസിൻ്റെ കളക്ഷനെയാണ് ഒരു പാക്കേജ് എന്ന് പറയുന്നത്. പാക്കേജ് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു പാക്കിൻ്റെ ഉള്ളിൽ കുറച്ച് മോഡ്യൂൾസ് ഉണ്ട്, അത്രേ ഉള്ളൂ. ബേസിക്കലി ഒരു ഫോൾഡർ പോലെ തന്നെ. ഇറ്റ്സ് എസെൻഷ്യലി എ ഡയറക്ടറി ദാറ്റ് കണ്ടെയ്ൻസ് എ സ്പെഷ്യൽ ഫയൽ കോൾഡ് init.py. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മോഡ്യൂൾസ് കൂടാതെ init.py എന്ന് പറഞ്ഞിട്ടൊരു ഫയലും കൂടെ ഈ പാക്കേജിലുണ്ടായിരിക്കും, ഈ ഒരു ഫോൾഡറിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ഫയൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഫോൾഡറിനെ ഒരു പാക്കേജായിട്ട് നമ്മുടെ പൈത്തൺ കൺസിഡർ ചെയ്യുക. വിച്ച് ക്യാൻ ബി എംപ്റ്റി ഓർ കണ്ടെയ്ൻ ഇനീഷ്യലൈസേഷൻ കോഡ് ഫോർ ദ പാക്കേജ്. ആ ഇനിറ്റ് ഫയൽ എന്തായാലും വേണം. ആ ഫയൽ വേണമെങ്കിൽ എംപ്റ്റി ആയിട്ട് നമുക്ക് വെക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഈ പാക്കേജിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എടുക്കേണ്ടത്, എങ്ങനെയാണ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. പിന്നെ പറയുന്നുണ്ട് പാക്കേജസ് ഹെൽപ്പ് ഓർഗനൈസ് മോഡ്യൂൾസ് ഇൻ എ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ, മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു മാനേജ് ലാർജർ പ്രോജക്ട്സ്. ഒന്നുമില്ല, നമ്മളൊരു ഫോൾഡറിൻ്റെ ഉള്ളിൽ വീണ്ടും സബ് ഫോൾഡേഴ്സൊക്കെ ആക്കി വെക്കില്ല, അത്ര തന്നെ ഉള്ളൂ. അതായത് പാക്കേജസിന് ഒരു ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ഇവിടെ മൈ പാക്കേജസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കേജ് ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ മോഡ്യൂൾ 1, 2, 3 അങ്ങനെ കുറേ മോഡ്യൂൾസ് ഉണ്ട്. എന്നിട്ടൊരു ഇനിറ്റ് ഫയലും ഉണ്ട് അതിൽ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ വേറൊരു ഫോൾഡറും വെച്ചിട്ടുണ്ട് സബ് പാക്കേജ് ആയിട്ട്. വേറൊരു പാക്കേജ് അതിൻ്റെ ഉള്ളിലുണ്ട്, അതിനും ഒരു ഇനിറ്റ് ഫയൽ ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ കുറച്ച് മോഡ്യൂൾസ് ഉണ്ട്. അങ്ങനെ നമുക്കൊരു ഹൈറാർക്കി അവിടെ കീപ്പ് ചെയ്യാൻ പറ്റുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ സബ് പാക്കേജസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത്. ഒന്നുമില്ല, സിംപ്ലി ഡയറക്ടറീസ് വിത്ത് ദെയർ ഓൺ ഇനിറ്റ് ഫയൽ. ഇവിടെ ഈ ഒരു ഫോൾഡറിലും ഒരു ഇനിറ്റ് ഫയൽ ഉണ്ടെന്നുള്ളത് മാത്രമാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇനിറ്റ് ഫയൽ എന്താണെന്ന് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് init.py ഫയൽ ഈസ് യൂസ്ഡ് ടു മാർക്ക് ഡയറക്ടറി ആസ് പൈത്തൺ പാക്കേജ്. അതായത് ഒരു ഫോൾഡറിനെ നമ്മളൊരു പൈത്തൺ പാക്കേജ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിലൊരു init.py എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ ഉണ്ടായിരിക്കണം. ആ ഒരു ഫയൽ ഇല്ലെങ്കിൽ പൈത്തൺ വിൽ നോട്ട് റിക്കഗ്നൈസ് ദ ഡയറക്ടറി ആസ് എ പാക്കേജ്. അങ്ങനെയാണെങ്കിൽ ആ ഫോൾഡറിനെ ഒരു പാക്കേജ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അതിൽ നിന്ന് നമുക്ക് മോഡ്യൂൾസിന് ഇമ്പോർട്ട് ചെയ്യാനും പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിറ്റ് ഫയലിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ എഴുതി വെക്കാൻ പറ്റും. ഈ ഒരു പാക്കേജ് ആരെങ്കിലും ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഈ ഒരു പാക്കേജിലുള്ള ഏതൊക്കെ മോഡ്യൂൾസ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിലെ ഏതൊക്കെ ഫങ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. ഒന്നുമില്ല, നമ്മുടെ പാക്കേജിൽ കുറേ മോഡ്യൂൾസ് ഉണ്ട്, കുറേ ഫങ്ഷൻസ് ഉണ്ട് ആ ഓരോ മോഡ്യൂൾസിലും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാക്കേജ് നിങ്ങൾ വേറെ ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ അയാൾ ഓരോ മോഡ്യൂളിൻ്റെ പേര് എഴുതിയിട്ടും നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത പോലെ ഓരോ വട്ടം ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യണം, ഓരോ ഫംഗ്ഷൻ വെച്ച് ഇമ്പോർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതൊക്കെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇനിറ്റ് ഫയലിൽ നമുക്ക് പറയാൻ പറ്റും എന്തൊക്കെ ഇമ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി അങ്ങനെ പ്രത്യേകിച്ച് ഇനീഷ്യലൈസേഷൻ ലോജിക്ക് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഫയൽ എംപ്റ്റി ആയിട്ട് തന്നെ വെക്കാനും പറ്റുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എംപ്റ്റി ആയിട്ടെങ്കിലും വെക്കണം, കാരണം എന്നാലേ നമ്മുടെ പൈത്തൺ അതൊരു പാക്കേജ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ആ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഒരു മൈ പാക്കേജ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മൈ പാക്കേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിൽ ഒരു ഇനിറ്റ് ഫയൽ ഉണ്ട്. മോഡ്യൂൾ 1, മോഡ്യൂൾ 2, മോഡ്യൂൾ 3 എന്ന് പറഞ്ഞിട്ട് 3 മോഡ്യൂൾസ് ഉണ്ട്. മോഡ്യൂൾ 1 ഞാൻ കൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മോഡ്യൂൾ 2 ഒരു ലിസ്റ്റിലെ നമ്പേർഡ് ലിസ്റ്റിലെ എലമെൻസിൻ്റെ സമ്മ് കാണാനുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, സം ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഒരു സ്ട്രിങ്ങിൻ്റെ ഓരോ ക്യാരക്ടേഴ്സിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിവേഴ്സ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനും ഉണ്ട്. തേർഡ് മോഡ്യൂളിലാണെങ്കിൽ ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈവൻ ആണോ അല്ലെന്ന് പറയുന്ന ഈസ് ഈവൻ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പ്രൈം ആണോ അല്ലെന്ന് പറയുന്ന ഈസ് പ്രൈം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഫംഗ്ഷനും ഉണ്ട്. അങ്ങനെ 3 മോഡ്യൂൾസാണ് എൻ്റെ മൈ പാക്കേജ് എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജിലുള്ളത്. എന്നിട്ട് ഞാനൊരു init.py എന്ന് പറഞ്ഞിട്ട് വേറൊരു .py ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പറയാണ് ഫ്രം മോഡ്യൂൾ 1 ഇമ്പോർട്ട് ഫാക്ടോറിയൽ. മോഡ്യൂൾ 1 ആരൊക്കെ ഉണ്ടായിരുന്നു? ഫാക്ടോറിയൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, കൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനും ഉണ്ട്. പക്ഷേ കൗണ്ട് ഡൗൺ ഇമ്പോർട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഫാക്ടോറിയൽ മാത്രം മതി എന്ന് ഞാൻ ഈ init.py സ്പെസിഫൈ ചെയ്യാണ്. അതുപോലെ തന്നെ മോഡ്യൂൾ 2 എനിക്ക് റിവേഴ്സ് സ്ട്രിങ് മാത്രം മതി. മോഡ്യൂൾ 2 റിവേഴ്സ് സ്ട്രിങ് ഉണ്ട്, സം ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട്. സം ലിസ്റ്റ് എനിക്ക് വേണ്ട, റിവേഴ്സ് സ്ട്രിങ് മാത്രം മതി. മോഡ്യൂൾ 3 രണ്ടും വന്നോട്ടെ, ഈസ് ഈവൻ ഈസ് പ്രൈം എന്ന് പറഞ്ഞ ഫങ്ഷൻസ് രണ്ടും തന്നെ ഇമ്പോർട്ട് ചെയ്തോളാൻ പറയാണ്. ഈ മോഡ്യൂളിൻ്റെ പേര് എഴുതുന്നതിന് മുമ്പ് ഒരു ഡോട്ട് ഇട്ടത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സെയിം ഫോൾഡറിലാണ്, സെയിം കറൻറ്റ് പാക്കേജ് തന്നെയാണ് ഈ മോഡ്യൂൾസ് ഒക്കെ ഉള്ളത് എന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡോട്ട് നമ്മുടെ മോഡ്യൂളിൻ്റെ പേരിൻ്റെ മുന്നേ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇനിറ്റ് ഫയൽ ഉണ്ടാവുക. അതിൽ നമ്മൾ എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യണം, എങ്ങനെ ഇമ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എഴുതി വെക്കുക. ഇനി ഞാൻ എൻ്റെ നോട്ട്ബുക്കിൽ വന്നിട്ട് പറയാണ് ഫ്രം മൈ പാക്കേജ് എന്നല്ല ഞാൻ കൊടുത്തത്, മൈ പാക്കേജ്, ഇതാണ് എൻ്റെ പാക്കേജിൻ്റെ പേര്, ഇമ്പോർട്ട് സ്റ്റാർ എന്ന്. അതവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു മോഡ്യൂളിൻ്റെ പേരും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല, ഒരു ഫംഗ്ഷൻ്റെ പേരും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എൻ്റെ പാക്കേജിലെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയാണ്. ഓക്കെ,
ഇങ്ങനെ ഞാൻ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ init.py എന്ന് പറഞ്ഞ ഫയലായിരിക്കും ആദ്യം എക്സിക്യൂട്ട് ആവുന്നത്. അവിടെ നമ്മൾ മെൻഷൻ ചെയ്ത കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. നമ്മൾ മോഡ്യൂൾ 1 നിന്ന് ഫാക്ടോറിയൽ മാത്രമാണ് ഇമ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് ഇനിറ്റ് ഫയലിൽ. ആക്ച്വലി മോഡ്യൂൾ 1 ഫാക്ടോറിയലും ഉണ്ട്, കൗണ്ട് ഡൗണും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഫാക്ടോറിയൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഫാക്ടോറിയൽ ഞാൻ 5 കൊടുക്കുകയാണ്. 5ൻ്റെ ഫാക്ടോറിയൽ എത്ര? 120 അല്ലേ? ഓക്കെ, 120 വന്നിട്ടുണ്ട്. ഇനി കൗണ്ട് ഡൗൺ കൊടുത്തു നോക്കാം. കൗണ്ട് ഡൗൺ ഇത് നമുക്ക് റിസൾട്ട് തരരുത്, കാരണം ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണമെന്ന് നമ്മുടെ ഇനിറ്റ് ഫയലിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല. കണ്ടോ, കൗണ്ട് ഡൗൺ ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്നുണ്ട്. കാരണം ഇനിറ്റ് ഫയലിൽ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് ഫാക്ടോറിയൽ മാത്രം ഇമ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ റിവേഴ്സ് സ്ട്രിംഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇനിറ്റ് ഫയലിൽ സ്പെസിഫൈ ചെയ്തായിരുന്നു. അതുകൊണ്ട് ഞാൻ കൊടുക്കുകയാണ് റിവേഴ്സ് സ്ട്രിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ്. പക്ഷേ ഉണ്ടോ, എൻ്റെ പേര് റിവേഴ്സ് ആയിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് മോഡ്യൂളിൽ വേറൊരു ഫംഗ്ഷനും കൂടി ഉണ്ടായിരുന്നു, സം ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്പേർഡ് ലിസ്റ്റിൻ്റെ എലമെൻസിൻ്റെ സമ്മ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അതിലോട്ടൊരു നമ്പേർഡ് ലിസ്റ്റ് കൊടുക്കുകയാണ്. പക്ഷെ നമുക്ക് എററാണ് വരുന്നത്, കാരണം സം ലിസ്റ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. നമ്മൾ ഇനിറ്റ് ഫയലിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിറ്റ് ഫയലിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇനീഷ്യലൈസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒന്ന് നമ്മുടെ വർക്കിംഗ് ഡയറക്ടറി ആ ഒരു ഫോൾഡർ പാക്കേജ് ആണെന്ന് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ടു ഷെയർ യുവർ പാക്കേജ് വിത്ത് അതേഴ്സ് യു ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് യൂസിങ് ടൂൾസ് ലൈക്ക് സെറ്റപ്പ് ടൂൾസ് ഓർ പിപ്പ്. പിപ്പൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ പാക്കേജൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ പിപ്പ് വെച്ചിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യാറ്. ഇങ്ങനെ കുറച്ച് ടൂൾസ് ഉണ്ട്, സെറ്റപ്പ് ടൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാക്കേജ് നമ്മൾ ബാക്കിയുള്ളവരായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ള ടൈമിലൊക്കെ യൂസ് ചെയ്യേണ്ട ടൂൾസാണ്. അതിലോട്ട് നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഇനി ലൈബ്രറി എന്താണെന്ന് നോക്കാം. എ ലൈബ്രറി ഇസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഫങ്ഷണാലിറ്റീസ് ആൻഡ് ക്യാൻ കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ മോഡ്യൂൾസ് ആൻഡ് പോസിബിളി പാക്കേജസ്. അതായത് കുറച്ചും കൂടി ബ്രോഡർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ലൈബ്രറി എന്ന് പറയുന്നത്. അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ മോഡ്യൂൾസ് വരാം, പാക്കേജസ് വരാം, എന്ത് വേണമെങ്കിലും വരാം. അങ്ങനെയുള്ള കുറച്ചും കൂടി വലിയൊരു ബ്രോഡർ ആയിട്ടുള്ളൊരു കളക്ഷനെയാണ് നമ്മൾ ലൈബ്രറി എന്ന് പറയുക. ഇറ്റ് സെർവ്സ് എ ബ്രോഡ് പർപ്പസ് ആൻഡ് പ്രൊവൈഡ്സ് വാരിയസ് ടൂൾസ് ഫോർ സ്പെസിഫിക് ടാസ്ക്. എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട കുറേ മോഡ്യൂൾസും റിലേറ്റഡ് ആയിട്ടുള്ള മോഡ്യൂൾസ്, അതിൽ തന്നെ ബാക്കി പാക്കേജസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കളക്ഷനെയാണ് നമ്മളൊരു ലൈബ്രറി എന്ന് പറയുക. ഒരു ലൈബ്രറി പോലെ. അതിനൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നംപൈ എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മൾ ഒരു വീഡിയോ ഇതിൽ ചെയ്യുന്നതായിരിക്കും കുറച്ച് കഴിഞ്ഞിട്ട്, നംപൈനെ കുറിച്ചൊക്കെ. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, നംപൈ എന്ന് പറഞ്ഞാൽ ഒരു ലൈബ്രറിയാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഞാൻ ഒന്നും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. A package is a way to organize one or more related modules into a structured format. It can exist within a library and help group related functionalities. പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ കുറേ മോഡ്യൂൾസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് പാക്കേജ് എന്ന് പറയുന്നത്. ആ പാക്കേജസ് ചിലപ്പം നമ്മൾ ലൈബ്രറീൻ്റെ ഉള്ളിൽ ചിലപ്പം പാക്കേജസ് വരാം. അവിടെ നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു പാക്കേജ് ആയിട്ട് വെക്കുന്നു, ബാക്കി കുറച്ച് കാര്യങ്ങൾ മറ്റൊരു പാക്കേജ് ആയിട്ട് വെക്കുന്നു. അങ്ങനെ പല രീതിയിൽ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാക്കേജസ് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സിംഗിൾ ഫയൽ, ജസ്റ്റ് ഒരു ഫയൽ കണ്ടെയ്നിങ് റിലേറ്റഡ് കോഡ്. ഫങ്ഷൻസ് ആവാം, ക്ലാസ്സസ് ആവാം, വേരിയബിൾസ് ആവാം, എന്തെങ്കിലുമൊക്കെ ആവും. ഇറ്റ് ക്യാൻ ബി പാർട്ട് ഓഫ് എ പാക്കേജ്. അങ്ങനെ ഒരു അതാണ് മോഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ 3 സംഭവങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുറച്ചൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.